bum bum chimba da chimba, bum 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 chimba da chimba, bum 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 chimba da chimba, chimba. Bum 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 chimba da chimba, bum 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 chimba da chimba, bum 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 chimba da chimba, chimba. Bum 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 chimba da chimba, bum 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 chimba da chimba, bum 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 chimba da chimba, chimba. Bum 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 chimba da chimba, bum 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 chimba da chimba, bum 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 chimba da chimba, chimba. ഈ കാനനത്തിന്റെ അധിപതിയാണ് ഞാൻ. കാനന വാർത്തകൾ ചൊല്ലിയിടുക. കാനന ഭംഗി കാനന ഭംഗി, കാട്ടിലെ മക്കൾക്കൊരുത്സവ ഭംഗി. കാനന ഭംഗി കാനന ഭംഗി, കാട്ടിലെ മക്കൾക്കൊരുത്സവ ഭംഗി. കാനനം പൂത്തു വിലസിടുന്നു, കായ്കനി വന്നു നിറഞ്ഞിടുന്നു. കാനനം പൂത്തു വിലസിടുന്നു, കായ്കനി വന്നു നിറഞ്ഞിടുന്നു. കാട്ടിലെ മക്കൾക്ക് ഉത്സവമാടാൻ വന്നു പിറന്നൊരു അധിപതി നീ. കാട്ടിലെ മക്കൾക്ക് ഉത്സവമാടാൻ വന്നു പിറന്നൊരു അധിപതി നീ. നമ്മുടെ ഭരണം കൊണ്ട് കാട്ടുമക്കളായ നിങ്ങളേവർക്കും സുഖസമ്പൂർണമാണെന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സ് മാത്രം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രഭു? നമ്മുടെ കാലശേഷം ഈ കാനനം വാഴാൻ ഒരുത്തനില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം. അപ്പോൾ ഏകലവ്യൻ? അവൻ നമ്മുടെ പേരിന് മാത്രമുള്ള പുത്രനാണ്. ഇന്ന് നമ്മുടെ പിറന്നാൾ മഹോത്സവത്തിൽ പോലും സഹകരിക്കാത്ത അവനെ കണ്ട നാൾ മറന്നിരിക്കുന്നു. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഏകലവ്യനെ കണ്ടു. എവിടെയാണ് നമ്മുടെ പുത്രനെ കണ്ടത്? ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു. എങ്കിൽ നമ്മുടെ പുത്രനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരും. വേഗമാകട്ടെ. ശരി പ്രഭു. അച്ഛാ. മകനെ ഏകലവ്യ. അമ്പിളി വീടരും നിൻമുഖം കണ്ടിട്ട് നാളുകളെത്രയായി പൊന്മകനേ. അമ്പിളി വീടരും നിൻമുഖം കണ്ടിട്ട് നാളുകളെത്രയായി പൊന്മകനേ. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി മനസ്സു കലുഷമായി തീർന്നിടുന്നു. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി മനസ്സു കലുഷമായി തീർന്നിടുന്നു. എന്നെക്കുറിച്ചോ? എന്തിന്? നമ്മുടെ മരണം അടുത്തു കഴിഞ്ഞു. ഈ കാനനം വാഴാൻ ആരുമില്ല. നീ കാട്ടിൽ അലഞ്ഞു തിരിയാതെ കാട്ടുഭരണം ഏറ്റെടുക്കും മകനെ. പിതാവേ, എനിക്കതിന് കഴിയില്ല. എന്തുകൊണ്ട്? മണ്ണിൽ മന്നനായി തീർന്നിടുവാനായി മനസ്സിൽ ഒരാഗ്രഹം ഇല്ല താതാ. മണ്ണിൽ മന്നനായി തീർന്നിടുവാനായി മനസ്സിൽ ഒരാഗ്രഹം ഇല്ല താതാ. ലോകം അറിയുന്ന വില്ലാളിയാകുവാൻ മനസ്സിലൊരാഗ്രഹം വന്നുപോയി. ലോകം അറിയുന്ന വില്ലാളിയാകുവാൻ മനസ്സിലൊരാഗ്രഹം വന്നുപോയി. മകനെ, നിന്റെ ആഗ്രഹം നല്ലത് തന്നെ. പക്ഷേ എന്റെ കാലശേഷം ഈ കാടിന്റെ സുരക്ഷിതത്വം നിന്റെ കരങ്ങളിലാണ്. പിതാവേ, ഈ കർത്തവ്യം എന്നെ ഏൽപ്പിക്കരുത്. എന്തുകൊണ്ട്? ലോകമെങ്ങും അറിയുന്ന വില്ലാളി വീരനായ അർജുനനെ പോലെ എനിക്കും ഒരു വില്ലാളി വീരനായി തീരണം. അത് സാധ്യമല്ല മകനെ. എന്തുകൊണ്ട്? അർജുനനെ പോലെ വീരനാകാനുള്ള യോഗ്യത നിനക്കില്ല. എന്ത്? എനിക്ക് എന്താണൊരു കുറവ്? അർജുനനെ പോലെ എനിക്കും കരുത്തുറ്റ മനസ്സും കൈകളുമില്ലേ? പറയൂ. ഉണ്ട് മകനെ. ഇന്ന് നിന്നോട് ഞാൻ എന്തു പറഞ്ഞാലും നിനക്കത് മനസ്സിലാകില്ല. നീ ഈ കാട്ടിലെ വില്ലാളി വീരനായി തീർന്നാൽ മതി.
അച്ഛാ, ഞാനൊരു വില്ലാളി വീരനായി തീരുന്നതിൽ അങ്ങേക്ക് അഭിമാനമില്ലേ? പറയൂ. ഉണ്ട് ഉണ്ട് മകനെ. എന്നാൽ അസ്ത്രവിദ്യയിൽ വിദഗ്ധരാം ദ്രോണർ പക്കൽ ചെന്നിടും. അസ്ത്രവിദ്യ ഗ്രഹിച്ചു ഞാൻ അനുഗ്രഹാശിസ്സു നേടിടും. മകനെ, ദ്രോണാചാര്യർ അദ്ദേഹം ആരാണെന്ന് നിനക്കറിയാമോ? പാണ്ഡവരുടെയും കൗരവന്മാരുടെയും കുലഗുരുവാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. എന്തുകൊണ്ട്? ബ്രാഹ്മണനായ അദ്ദേഹം കാട്ടുജാതിക്കാരനായ നിന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കില്ല. അവിടുന്ന് എന്തു തന്നെ പറഞ്ഞാലും ശരി, എനിക്ക് അസ്ത്രവിദ്യ പഠിക്കണം. അതെന്റെ ആഗ്രഹമാണ്. അതും അസ്ത്രവിദ്യ വിദഗ്ധനായ ദ്രോണരുടെ പക്കൽ നിന്നു തന്നെ. വേണ്ട മകനെ, വേണ്ട. അച്ഛാ, എന്നെ പോകുവാൻ അനുവദിച്ചാൽ മാത്രം മതി. മകനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. പോയി വരൂ. ആരാണ് ബാലക നീ? എവിടെയാണ് നിന്റെ ദേശം? ഈ ഗുരുമന്ദിരത്തിൽ നീ എന്തിനു വന്നു? എന്നെ അനുഗ്രഹിക്കണം പ്രഭു. എഴുന്നേൽക്കു കുമാര, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. അങ്ങുവടക്കുള്ള കാനനത്തിൽ നിഷാദരാജനെന്നു കേട്ടിട്ടുണ്ടോ? അങ്ങുവടക്കുള്ള കാനനത്തിൽ നിഷാദരാജനെന്നു കേട്ടിട്ടുണ്ടോ? ആ കാട്ടുരാജന്റെ മകനാണു ഞാൻ, ഏകലവ്യൻ എന്നു നാമം. ആ കാട്ടുരാജന്റെ മകനാണു ഞാൻ, ഏകലവ്യൻ എന്നു നാമം. ഓഹോ, എന്താ നിന്റെ ആഗമനുദ്ദേശം? ഇനിയും മനസ്സിലാകുന്നില്ല. ഗുരുവേ, ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിലുള്ള അഭിലാഷമാണ് വില്ലാളി വീരനാകണമെന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണം. നിർത്ത്! എന്താ പ്രഭു? നിന്റെ വാക്കുകൾ നമ്മുടെ കാതുകൾക്ക് അരോചകമായിരിക്കുന്നു. മാപ്പു നൽകിയിടണേ തമ്പുരാനേ, മമ വാക്കുകൾ അപ്രിയമായി തോന്നുകിൽ. മാപ്പു നൽകിയിടണേ തമ്പുരാനേ, മമ വാക്കുകൾ അപ്രിയമായി തോന്നുകിൽ. എടാ, കാട്ടാള കുലജാതനായ നിനക്ക് നമ്മുടെ മുന്നിൽ നിന്നും സംസാരിക്കാൻ എങ്ങനെ ധൈര്യമുണ്ടായി? ഗുരുവേ, അടിയനോട് ക്ഷമിക്കണം. കാട്ടാറ് ചാടി നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അസ്ത്രവിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നു. ഗുരുവേ, ഒരു കാട് മാത്രം അറിയുന്ന വില്ലാളി വീരനാകാനുള്ള ആഗ്രഹം നമുക്കില്ല. ലോകമെങ്ങും അറിയുന്ന ഒരു വില്ലാളി വീരനാകണം, അതും അർജുനനെ പോലെ. കൊള്ളാം,
നിന്റെ മോഹങ്ങൾ എത്ര വലുതാണ്. അർജുനൻ അവൻ ആരാണെന്ന് നിനക്കറിയാമോ? അർജുനൻ വില്ലിന്റെ വില്ലാളി വീരനാണ് അർജുനൻ. വില്ലിന്റെ വില്ലാളി വീരനാണ് അർജുനൻ. ആരെയും എതിർക്കുന്ന വില്ലാളി വീരൻ. വില്ലിന്റെ വില്ലാളി വീരനാണ് അർജുനൻ. ആരെയും എതിർക്കുന്ന വില്ലാളി വീരൻ. പാണ്ഡവ കുലത്തിന് അഭിമാനമാണവൻ. അങ്ങുതൻ ശിഷ്യരിൽ കേമനവൻ. പാണ്ഡവ കുലത്തിന് അഭിമാനമാണവൻ. അങ്ങുതൻ ശിഷ്യരിൽ കേമനവൻ. അത്രയ്ക്ക് നിനക്ക് അവനെ കുറിച്ച് അറിയാൻ പാടുള്ളൂ. അത് പോകട്ടെ, നീ കാട്ടുമക്കളെ സംരക്ഷിച്ച് കാട്ടുമൃഗങ്ങളോട് സല്ലപിച്ച് കാട്ടിൽ കഴിയേണ്ട നീ അസ്ത്രവിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നു. പ്രഭു, ആവനാഴിയിലെ കൂരമ്പിനേക്കാൾ മൂർച്ചയേറിയതാണ് അങ്ങയുടെ വാക്കുകൾ. അരുത്, അങ്ങനെ പറയരുത്. എങ്കിൽ നാം കൽപ്പിക്കുന്നു, ബ്രാഹ്മണനായ ഞാനല്ല നിന്റെ ഗുരു. വേടനാണ് ഗുരു. പൊയ്ക്കൊള്ളൂ. ലോകവിജ്ഞാനിയായ അങ്ങാണോ ഈ പറയുന്നത്? ഗുരുവേ, മനുഷ്യരിലും മൃഗങ്ങളിലും നോക്കുന്നിടത്തെല്ലാം ജാതിയുണ്ട്. വിദ്യയ്ക്കുമുണ്ടോ ജാതി? പറയൂ. നീ ധിക്കാരമായി സംസാരിക്കുന്നു. കടന്നു പോകൂ. ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. ഇവനെ ആക്കി പുറത്താക്കാൻ ഇവിടെ ആരുമില്ലേ? വേണ്ട ഗുരു, എന്നെ ആട്ടിപ്പുറത്താക്കേണ്ട ആവശ്യമില്ല. ഞാൻ തനിയെ പോയിക്കൊള്ളാം. അവസാനമായി ഞാനൊന്ന് പറയുന്നു. എനിക്ക് ഒരു ഗുരുനാഥനുണ്ടെങ്കിൽ അത് അങ്ങ് മാത്രമായിരിക്കും. എന്നെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. അസ്ത്രവിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നു. കടന്നു പോകൂ. നിങ്ങൾ ആരാണ്? വഴിതെറ്റി വന്നതാണോ? നാം പാണ്ഡവ വംശത്തിലെ അർജുനകുമാരനാണ്. അർജുനൻ? അങ്ങയുടെ വീരമാഹാത്മ്യം കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ അങ്ങയെ കാണാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചല്ലോ. നിങ്ങൾ ആരാണ്? പറഞ്ഞില്ല. നാം ഈ കാടിന്റെ അധിപനായ രാജാവിന്റെ പുത്രൻ ഏകലവ്യനാണ്. അങ്ങ് ഈ കാനനത്തിൽ എന്തിനു വന്നു? നാം പരിവാരത്തോടുകൂടി ഈ കാനനത്തിൽ വേട്ടയ്ക്ക് വന്നതാണ്. അപ്പോൾ ആരാണെന്നറിയില്ല, നമ്മുടെ നായ്ക്കളുടെ നേരെ ആരോ ശബ്ദവേദാസ്ത്രം എഴുതിവിട്ടിരിക്കുന്നു. അവൻ ആരാണെന്നറിയാൻ ആകാംക്ഷയോടുകൂടി നാം എത്തിയതാണ്. നമുക്കതറിയണം. ഈ കാനനത്തിൽ ഇത്രയും സമർത്ഥനായിട്ടുള്ളവൻ ആരാണ്? അത് പറയൂ. നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത ആ വിദ്യ പ്രയോഗിച്ചവൻ ആരാണ്? എന്ത്? അസ്ത്രവിദ്യയുടെ അധിപതിയും അഗ്രഗണ്യനുമായ ദ്രോണരുടെ വാത്സല്യനിധിയായ അർജുനന് ശബ്ദവേദാസ്ത്രം അറിയില്ലെന്നോ? നാം അത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. അതുപോകട്ടെ, നമ്മുടെ നായ്ക്കളുടെ നേരെ ശബ്ദവേദാസ്ത്രം തൊടുത്തുവിട്ടവൻ ആരാണെന്ന് അറിയാമോ? അത് ഞാൻ തന്നെയാണ്. എന്ത് അത്ഭുതമായിരിക്കുന്നു. കാരണം? ഒരു വേടനായ നിനക്ക് ഇത്ര സാമർഥ്യമോ? അത് നമ്മുടെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ആരാണ് നിന്റെ ഗുരു? അത് പറയൂ. അങ്ങയുടെ ഗുരു ആരാകുന്നുവോ അദ്ദേഹം തന്നെയാണ് എന്റെയും ഗുരു. എന്ത്? വ്യക്തമായി പറയൂ. ലോകപ്രശസ്തനായ ദ്രോണാചാര്യനാണ് എന്റെ ഗുരു. എന്ത്? ഒളിവാക്ക് പറയാൻ നാം അനുവദിക്കില്ല. എന്താ, വേടനായ നമുക്ക് ഒരു ബ്രാഹ്മണൻ ഗുരുവായി കൂടുന്നുണ്ടോ? അതല്ല നാം ചിന്തിച്ചത്. പിന്നെ നിന്നെ പോലുള്ള ഒരു വില്ലാളി വീരനുള്ള വിവരം ഇന്നേ വരെ ഗുരു നമ്മോട് പറഞ്ഞിട്ടില്ല. ഓ, അങ്ങയെപ്പോലുള്ള വില്ലാളി വീരന്മാരുള്ളപ്പോൾ നമ്മെ മറന്നുപോയതായിരിക്കാം.
അല്ല, നമ്മുടെ കാതുകൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണമെന്നില്ല. അങ്ങയുടെ ഗുരുവിനോട് തന്നെ ചോദിച്ചു നോക്ക്. അർജുന, നമുക്ക് ഗുരുവിനോട് തന്നെ ചോദിക്കാം. അതെ അർജുന, നമുക്ക് ഉത്തരം ഗുരു തന്നെ തരും. ശരി, ഇന്ന് നാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അർജുന, അർജുന, അർജുന! അന്തിക്കതീരോന്മാഞ്ഞുവല്ലോ, അന്തിമലരുകൾ വിടർന്നുവല്ലോ. അന്തിക്കതീരോന്മാഞ്ഞുവല്ലോ, അന്തിമലരുകൾ വിടർന്നുവല്ലോ. അർജുനനെ മാത്രം തേടിയലഞ്ഞു അർജുന നീയവിടെ. അർജുനനെ മാത്രം തേടിയലഞ്ഞു അർജുന നീയവിടെ. അതാ അർജുൻ എത്തിക്കഴിഞ്ഞു ഗുരുവേ. നകുല, സഹദേവ, അവരോട് സമാധാനമായിരിക്കാൻ പറയൂ. മകനെ അർജുന, നീ എവിടെയായിരുന്നു? നിന്നെ കാണാതെ ഏവരുടെയും മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാം നമ്മുടെ നായ്ക്കളുടെ നേരെ ശബ്ദവേദാസ്ത്രം എയ്തു വിട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയായിരുന്നു. എന്നിട്ട് കണ്ടുപിടിച്ചോ മകനെ? കണ്ടു. ആരാണ് ആ വില്ലാളി വീരൻ? ഈ കാനനത്തിൽ തന്നെയുണ്ട്. എന്ത്? ഈ കാനനത്തിൽ അത്രയും സമർത്ഥനായ ഒരുത്തനുണ്ടോ? ഉണ്ട്. അതും അങ്ങേക്കറിയാവുന്നവൻ തന്നെ. എന്ത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗുരുവേ, നാം ഒന്ന് ചോദിക്കട്ടെ. അങ്ങയുടെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനായിട്ടുള്ളവൻ ആരാണ്? എന്താ മകനെ പറയുന്നത്? പറയൂ, നമുക്കതറിയണം. നീ തന്നെയാണ് പ്രഗത്ഭനെന്ന് നാം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. കള്ളം, പച്ചക്കള്ളമാണ് പറയുന്നത്. അർജുന, ക്ഷമിക്കണം ഗുരു. അല്പം കടുപ്പമേറിയ വാക്ക് നാം പറഞ്ഞുപോയി. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. കാരണം സത്യം ഇപ്പോൾ നേർവഴിക്ക് വന്നിരിക്കുന്നു. കുമാര, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. വ്യക്തമായി പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഗുരുവേ, ഇത്രയും നാൾ വരെ അങ്ങയുടെ സ്നേഹവാത്സല്യത്തിൽ അമർന്ന് അങ്ങയുടെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനാണെന്ന് കരുതി നാം വളർന്നു. ഇന്നതിന് കളങ്കം സംഭവിച്ചു. മകനെ കുമാര, നീ തെറ്റിദ്ധരിച്ച് എന്തെല്ലാമോ പുലമ്പുന്നു. നിന്നോട് മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. എന്റെ മകൻ അശ്വത്ഥാമാവിനേക്കാൾ കൂടുതൽ വാത്സല്യം നിന്നോടാണ്. നീ അത് വിശ്വസിക്കുക. എന്നോട് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ ശബ്ദവേദാസ്ത്രം പഠിപ്പിച്ചില്ല? ശബ്ദവേദാസ്ത്രം നമുക്കറിയില്ല കുമാര. എന്നാൽ അങ്ങയുടെ മറ്റൊരു ശിഷ്യന് ഈ വിദ്യകളെല്ലാം അറിയാമെന്ന് മാത്രം. നീ ഭ്രാന്ത് പറയുന്നു. ഇനിയും എന്തിന് സത്യം പറയാൻ മടിക്കുന്നു? അർജുന, നീ തന്നെയാണോ ഈ അരുളുന്നത്? നിനക്ക് എന്നെ വിശ്വാസമില്ലേ മകനെ? ഇല്ല, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. വരൂ, അങ്ങയുടെ ശിഷ്യനോട് തന്നെ ഇത് ചോദിക്കാം. വരൂ.
മലദൈവങ്ങളെ കുലദൈവങ്ങളെ കാടുകാക്കും പരദൈവങ്ങളെ ബം ബം ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ചിമ്പ കാനന കന്യകമാ ഞങ്ങൾ നാടോടി നർത്തകിമാ കാനന കന്യകമാ ഞങ്ങൾ മലയോര നർത്തകിമാ കാടിന്റെ മാറിൽ കാനന ചോലയിൽ പൂന്നുള്ളും കന്യകമാ ഞങ്ങൾ കാനന കന്യകമാ കാടിന്റെ മാറിൽ കാനന ചോലയിൽ പൂന്നുള്ളും കന്യകമാ ഞങ്ങൾ കാനന കന്യകമാ കാനന കന്യകമാ ഞങ്ങൾ നാടോടി നർത്തകിമാ വസന്തമെങ്ങോ തിരുന്നു വന്നു കാനന താഴ്വരയിൽ വസന്തമെങ്ങോ തിരുന്നു വന്നു കാനന താഴ്വരയിൽ പണ്ടെങ്ങോ പാടി വന്ന പൂങ്കാറ്റ് പൂങ്കാറ്റ് പൂങ്കാറ്റേ പണ്ടെങ്ങോ പാടി വന്ന പൂങ്കാറ്റ് വാ വാ ഇതുവഴി വാ പൂമണം കൊണ്ടുവാ സുരഭിമാസവനിയിൽ മകരമാസരാവിൽ വസന്തോത്സവരാവിൽ സുഗന്ധ കൊണ്ടുവാ കൊണ്ടുവാ പൂമണം കൊണ്ടുവാ സുരഭിമാസവനിയിൽ മകരമാസരാവിൽ വസന്തോത്സവരാവിൽ സുഗന്ധ കൊണ്ടുവാ കൊണ്ടുവാ കാനന കന്യകമാ ഞങ്ങൾ നാടോടി നർത്തകിമാ കാനന കന്യകമാ ഞങ്ങൾ മലയോര നർത്തകിമാ കാടിന്റെ മാറിൽ കാനന ചോലയിൽ പൂന്നുള്ളും കന്യകമാ ഞങ്ങൾ കാനന കന്യകമാ കാടിന്റെ മാറിൽ കാനന ചോലയിൽ പൂന്നുള്ളും കന്യകമാ ഞങ്ങൾ കാനന കന്യകമാ കാനന കന്യകമാ ഞങ്ങൾ നാടോടി നർത്തകിമാ കാനന കന്യകമാ ഞങ്ങൾ മലയോര നർത്തകിമാ ബം ബം ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ചിമ്പ ബം ബം ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ബം 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 ചിമ്പര ചിമ്പ ചിമ്പ ഗുരുവേ, ഇവിടെയാണ് അങ്ങയുടെ ശിഷ്യൻ താമസിക്കുന്നത്. ഹേ ഏകലവ്യ, കടന്നു വന്നാലും. ഗുരുനാഥ, ഇവനാണ് ഏകലവ്യൻ, ലോകമെങ്ങും അറിയപ്പെടേണ്ട വില്ലാളി വീരൻ. അഗ്നിയെയും കാറ്റിനെയും തടയുവാൻ കഴിയുന്നവനും ശബ്ദവേദാസ്ത്രം ഗ്രഹിക്കുന്നവനുമാണ്. ആരാണ് നിന്റെ ഗുരു?
കാട്ടാള കുലത്തിൽ ജനിച്ചവനാണെങ്കിലും എൻ്റെ ഗുരുനാഥൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച അങ്ങാണ്. എന്ത്? നാം വിശ്വസിക്കില്ല. നാം എന്തിനു പൊളിവാക്ക് പറയണം? അങ്ങയുടെ ശിഷ്യനാവുന്നതിൽ നമുക്ക് അഭിമാനമേയുള്ളൂ. നമ്മുടെ മനസ്സറിയാതെ നിന്നെപ്പോലുള്ള ശിഷ്യൻ നമുക്കെങ്ങനെയുണ്ടായി? അവിടുന്ന് നമ്മെ ഓർക്കാഞ്ഞിട്ടാണ്. ഇല്ല, നിന്നെ നമുക്കറിയില്ല. അന്നൊരു ദിവസം അസ്ത്രവിദ്യ പഠിക്കാനുള്ള താല്പര്യത്തോടുകൂടി അങ്ങയുടെ അടുത്തു വന്നപ്പോൾ കാട്ടാള കുലജാതനെന്ന് പറഞ്ഞ് പുറത്താക്കിയതോർക്കുന്നില്ല. അങ്ങ് വിദ്യയ്ക്കും ജാതിയുണ്ടെന്ന് കൽപ്പിച്ചു. അവിടുന്ന് എന്നെ നായ്ക്കൾക്ക് തുല്യം മാറ്റിപ്പുറത്താക്കി. അന്ന് വർദ്ധിച്ച വേദനയോടുകൂടി നാം ഓർക്കുന്നു മകനെ. നമുക്ക് അതിയായ വിഷമമുണ്ട്. എങ്കിലും നീ നമ്മുടെ ശിഷ്യനായി തീർന്നു. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താ നീയൊന്നും മിണ്ടാത്തത്? ഗുരുവേ, അതാ അങ്ങോട്ട് നോക്കൂ. ആ രൂപം കാണുന്നില്ലേ? അത് ആരുടേതാണെന്ന് കാണുന്നില്ലേ? അതിനെ ധ്യാനിച്ച് നാം അസ്ത്രവിദ്യ പഠിച്ചു. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ഗുരു? അർജുന, ആ രൂപം നീ കാണുന്നില്ലേ? ഇനിയെങ്കിലും നീ എന്നെ വിശ്വസിക്ക്. ഇവനെ ഞാൻ നേരിട്ട് വിദ്യ ചൊല്ലി കൊടുത്തിട്ടില്ല. ഏകലവ്യൻ അങ്ങയുടെ ശിഷ്യനാണ്. അർജുന, നിന്റെ മനസ്സ് അപ്രകാരമാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നു. ഏകലവ്യന്റെ ഗുരു നാം തന്നെയല്ലേ? അതേ ഗുരുവേ. എങ്കിൽ നമുക്ക് അഭിമാനമുണ്ട്. അടിയൻ സംതൃപ്തനായി. നിന്റെ മനസ്സ് സംതൃപ്തമാണെങ്കിൽ എന്റെ മനസ്സ് സംതൃപ്തമല്ല. എന്താ ഗുരുവേ? നീ എനിക്കൊരു കർത്തവ്യം ചെയ്തു തീർക്കാനുണ്ട്. ഉടനടി അത് ചെയ്തു തീർക്കണം. സ്വാമിൻ, എന്താണെന്ന് അവിടുന്ന് കൽപ്പിച്ചാലും. നാം നിന്റെ ഗുരുവാണെങ്കിൽ നീ ഗുരുദക്ഷിണ നൽകിയില്ലല്ലോ ശിഷ്യ. അവിടുന്ന് എന്തു ഗുരുദക്ഷിണയാണ് നാം നൽകേണ്ടത്? പറയൂ. നാം പറയുന്നത് എന്തും നൽകുമോ? അവിടുന്ന് എന്ത് പറഞ്ഞാലും നാം ദക്ഷിണയായി നൽകും. അതെന്റെ കടമയാണ്. പ്രിയ ശിഷ്യ, നമുക്ക് ദക്ഷിണ നൽകുന്നുണ്ടെങ്കിൽ നിന്റെ ദക്ഷിണയായി വലത് കൈയില് പെരുവിരൽ നൽകൂ. ഗുരുനാഥ, അവിടുന്ന് കൽപ്പിച്ചത് ഞാനും നമ്മുടെ ശിഷ്യനും തമ്മിലുള്ള കാര്യമാണ്. നിനക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവിടുന്ന് ക്ഷമിക്കണം. വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. ഈ കൽപ്പന പിൻവലിക്കണം. ഒരു പെരുവിരൽ പോയാൽ ഒരു വില്ലാളിക്ക് ജീവിതമില്ല. ഏകലവ്യ, നാം ആവശ്യപ്പെട്ട ദക്ഷിണ നൽകുവാൻ ഒരുക്കമാണോ? സ്വാമി, നാം ക്ഷമ ചോദിക്കുന്നു. ഇനിയെങ്കിലും ഈ കൽപ്പന പിൻവലിക്കണം. മഹത്വമുള്ള ഒരു ബ്രാഹ്മണനാണ് നാം. വെച്ചകാൽ പിൻവലിക്കാറില്ല. നമ്മുടെ ശിഷ്യനും അപ്രകാരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ശരി ഗുരുവേ, അപ്രകാരം തന്നെ ചെയ്യാൻ നാം ഒരുക്കമാണ്.